രാജകുമാരനും ഭൂതവും. ഒരിക്കലൊരു രാജാവ് കാട്ടില് നായാട്ടിന് പോയി. അവിടെ ഒരു മരച്ചുവട്ടില് ഒരാൾ ഇരിക്കുന്നത് രാജാവ് കണ്ടു. അതൊരു ഭൂതമായിരുന്നു. ഭൂതത്തെ പിടിച്ചു കെട്ടി കൊട്ടാരത്തിലെത്തിക്കാൻ രാജാവ് കൽപ്പിച്ചു. ഭൂതത്തെ കെട്ടിയത് ആഘോഷിക്കണം രാജാവ് തീരുമാനിച്ചു. അതിനായി വലിയൊരു വിരുന്നും തയ്യാറാക്കി. രാജാവിനൊരു മകനുണ്ടേ. അച്ഛൻ ഭൂതത്തെ പിടിച്ചതോ വിരുന്നിന്റെ കാര്യമോ ഒന്നും അറിയാതെ ഒറ്റയ്ക്ക് പന്ത് കളിക്കുകയായിരുന്നു രാജകുമാരൻ. കളിക്കിടയിൽ പന്ത് തെറിച്ച് ഭൂതത്തെ പൂട്ടിയിട്ട തടവറയുടെ അകത്തെത്തി. ഭൂതം പന്ത് തിരിച്ചു തട്ടിക്കൊടുത്തു. അങ്ങനെ അവര് കുറേ നേരം പന്ത് കളിച്ചു. ഒടുവിൽ ഭൂതം പന്ത് രാജകുമാരന് കൊടുക്കാതെ പിടിച്ചു വെച്ചു. എന്നിട്ട് പറഞ്ഞു, പന്ത് തരണമെങ്കിൽ എന്നെ തുറന്നു വിടണം. രാജകുമാരൻ വേഗം രാജാവിന്റെ മുറിയിലേക്ക് ഓടിപ്പോയി തടവറയുടെ താക്കോൽ എടുത്തു കൊണ്ടുവന്ന് ഭൂതത്തെ തുറന്നു വിട്ടു. വിരുന്നിനിടയിൽ രാജാവ് ഭൂതത്തെ കൊണ്ടുവരാൻ കൽപ്പിച്ചപ്പോഴാണ് എല്ലാരും അത് അറിഞ്ഞത്. തടവറയിൽ ഭൂതമില്ല. രാജാവ് കോപം കൊണ്ട് വിറച്ചു. രാജകുമാരനാണ് ഭൂതത്തെ തുറന്നു വിട്ടതെന്ന് ആർക്കും മനസ്സിലായതുമില്ല. വർഷങ്ങൾ കടന്നുപോയി. ഒരിക്കൽ നായാട്ടിനായി കാട്ടിലെത്തിയ രാജാവിനെ ഏതോ ജീവി കടിച്ചു. 2 ദിവസത്തിനകം ആ ജീവിയുടെ കൊമ്പ് അരച്ചു കുടിക്കണം, ഇല്ലെങ്കിൽ രാജാവ് പിന്നെ ജീവിച്ചിരിക്കില്ല. കൊട്ടാരം വൈദ്യൻ പറഞ്ഞു, കൊമ്പ് ഞാൻ കൊണ്ടുവരാം. രാജാവല്ലാതെ മറ്റാരും ആ ജീവിയെ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ കുമാരൻ അതിനെ കണ്ടെത്തും? എല്ലാരും സംശയിച്ചു. കുമാരൻ കാട്ടിലെത്തി. എവിടെ അന്വേഷിക്കണമെന്ന് കുമാരനും അറിയില്ലായിരുന്നു. അപ്പോൾ അതാ വരുന്നു ഒരു ഭൂതം. താൻ പണ്ട് രക്ഷിച്ച ഭൂതമാണ് അതെന്ന് കുമാരന് മനസ്സിലായി. ഭൂതത്തിന്റെ കയ്യിൽ മഴവില്ലിന്റെ നിറമുള്ള വലിയൊരു കൊമ്പുണ്ടായിരുന്നു. ഭൂതം അത് കുമാരന് കൊടുത്തു. ദാ ഇതാണ് കുമാര നീ അന്വേഷിക്കുന്ന കൊമ്പ്. രാജകുമാരൻ ഭൂതത്തിന് നന്ദി പറഞ്ഞു. മരുന്ന് കഴിച്ചതോടെ രാജാവിന്റെ അസുഖം മാറി. പണ്ട് ഭൂതത്തെ രക്ഷിച്ചതും അതേ ഭൂതം ഇപ്പോൾ സഹായിച്ചതും എല്ലാം രാജകുമാരൻ അച്ഛനോട് പറഞ്ഞു. എല്ലാം കേട്ടപ്പോ രാജാവ് പറഞ്ഞു, തെറ്റ് ചെയ്യാത്ത ഭൂതത്തെ തടവിലാക്കിയത് എന്റെ തെറ്റാണ്. അത് നീ തിരുത്തി. അതുകൊണ്ട് ഇനി ഞാൻ ഒരിക്കലും നായാട്ട് നടത്തില്ല എന്നും രാജാവ് തീരുമാനിച്ചു.